നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ടൂർ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? ആ ഉണ്ട്. ആണോ? എവിടെ? ഒഫീഷ്യൽ ടൂറാ, തിരുവനന്തപുരത്തേക്ക്. അക്കുച്ചേട്ടന്റെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാ. ഹെഡ് ഓഫീസിൽ ഒരാഴ്ച ജോലി ഉണ്ടെന്ന്. വൈകിട്ട് പോകാൻ അക്കുച്ചേട്ടൻ പറയുന്നത്. കണ്ടോടാ, ശ്രേയ മിടിക്കുക. എത്ര പെട്ടെന്ന് അവള് കാര്യങ്ങൾ നീക്കിയേ. പഴയ കാമുകനെ മറ്റൊരുത്തരോട് ജീവിക്കാൻ ഏത് പെണ്ണ സമ്മതിക്കാം? അല്ല മോളെ, ട്രഷറിയിലേക്ക് ഹെഡ് ഓഫീസിലേക്ക് പറഞ്ഞു വിടാൻ ഇവൻ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ ആ ഓഫീസിൽ? ഇതങ്ങനെയല്ല ബാലമാമേ. ഏറ്റവും ഉത്തരവാദിത്തം കാണിക്കുന്ന സിൻസിയർ ആയിട്ടുള്ള ഓഫീസർ ആയതുകൊണ്ടാ അക്കുച്ചേട്ടനെ വിടുന്നത്. അങ്ങനെ നല്ല മോളെ, ഇതവര് വെറുതെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്നതാ. എന്താച്ചാ മോനെ, എന്റെ ഒരു സംശയ. മനസ്സിലായച്ചാ, ചീഫ് എഞ്ചിനീയർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നല്ലേ? അതേ മോനെ, മനഃപൂർവ്വം ആയാലും അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇവിടുന്ന് ഒരാഴ്ച മാറിയിക്കാലോ. അപ്പൊ ഒരാഴ്ച ചാരുമോൾ ഒറ്റയ്ക്കാവില്ലേ? ഇയാൾക്ക് എന്തിന്റെ കിടമേ? കാക്കൂത്തി ഒറ്റയ്ക്ക് ആവില്ലച്ചാ. ഒറ്റയ്ക്കാവില്ലെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛാ, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോ കാക്കൂത്തിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കാക്കൂത്തിയുടെ ഡ്രസ് കൂടി അയൺ ചെയ്യാൻ പറയാനാ ഞാനിപ്പോ വന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം മോനെ. നിങ്ങളുടെ മുടങ്ങിപ്പോയ മൂന്നാറിലെ ഹണിമൂൺ തിരുവനന്തപുരത്താവും ചെയ്യാം. അതെ അച്ഛാ. എന്നാ പിന്നെ പെട്ടെന്നായിക്കോട്ടെ, പോകാൻ റെഡിയായിക്കോ. എന്ത് ചെയ്യൂ നീ? നോക്കാം. ഷേടാ, അവനെ അവളെയും കൂടെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്താൻ നോക്കുമ്പോ ദേ കണ്ടില്ലേ, അവളെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോവാന്ന്. ഇപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാനമ്മേ? വെളിച്ചെണ്ണ തിളപ്പിച്ച് തലക്കൂടെ വയ്ക്കണം, അതുള്ള തീരൂലല്ലോ. എടാ, നടക്കുന്ന കാര്യമല്ലോ പറ. എടാ, ഒരു കാര്യം ചെയ്താലോ? ഈ ശ്രേയല്ലേ അവനെ തിരുവനന്തപുരത്തേക്ക് വിടാൻ തീരുമാനിച്ചത്. അവളെ വിളിച്ചു പറഞ്ഞാലോ? ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുക? കാണുന്നില്ലല്ലോ. മനുഷ്യനൊരു അത്യാവശ്യത്തിന് നോക്കിയാ കാണില്ല. ഷേടാ, ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കണോ? ആ, ഇത് എവിടുന്ന് കിട്ടി? ആന്റി. ആ, ശ്രേയ, എല്ലാം പൊളിഞ്ഞല്ലോ. എന്തു പറ്റി ആന്റി? വല്ലാത്ത ടെൻഷനിലാണെന്ന് തോന്നുന്നു. എങ്ങനെ ശ്രേയ ടെൻഷൻ അടിക്കാതിരിക്കുന്നേ? ആന്റി, കാര്യം പറ. അവൻ തിരുവനന്തപുരത്തോട്ട് അവളെയും കൂട്ടിക്കൊണ്ടാ പോകുന്നേ. ആന്റി എന്താ പറയുന്നേ? അതെ ശ്രേയ, ആകാശിന്റെ കൂടെ അവളെയും കെട്ടി എഴുന്നള്ളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാരും അതിന്റെ സന്തോഷത്തില. അടുത്ത ഹണിമൂണാണെന്നാ പറയുന്നത്. ഹലോ ശ്രേയ? ഹലോ? കട്ടായി. ആ കുട്ടി ഒന്നും പറയാതെ കട്ട് ചെയ്തു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മ ടെൻഷനാവണ്ട. എന്ത്? അവര് പോവില്ലാന്ന് അത്ര മനസ്സിലാക്കിയാൽ മതി. ഗോവിന്ദ, ആകാശിന്റെയും ചാരുമോളുടെയും ജീവിതത്തില് ചില അനിഷ്ടങ്ങളൊക്കെ സംഭവിച്ചെങ്കിലും ഇപ്പൊ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലേ? അതങ്ങനെയല്ലേ വരൂ ബാല. എപ്പോഴും ജീവിതത്തിന്റെ പോക്ക് ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ഒരു വെയിലിന് ഒരു മഴയെന്നാണല്ലോ. അനുഭവിച്ച സങ്കടങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അങ്ങനെ ആയാ മതി.